ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ സീരീസ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. സർവൈവലുണ്ട്, പഴയ സർവൈവൽ സീരീസ്. അപ്പോൾ ഇന്നത്തെ നമ്മളത് ഒരു താമസിക്കാൻ പറ്റിയ സ്ഥലം, അതാണ് നമ്മൾ നോക്കുന്നത്. ലാഗുണ്ട്, നല്ലോണം നിങ്ങൾ ക്ഷമിക്കുക, എനിക്കിതുവരെ കളിക്കാൻ പറ്റുന്നില്ല. മെസ്സേജ് വേണം, ഡിസ്റ്റർബ് ആവണം ഗൈസ്. എന്തുകൊണ്ടോ ഓക്കെയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ഇടയ്ക്ക് വെച്ച് ആഡ് വരെ നിങ്ങളതൊന്ന് മൈൻഡ് ചെയ്യണം. ഓക്കെ, പൊന്നെ നടന്ന് കാല് വടിയായി. ഇപ്പോഴും ഒരു സ്ഥലത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ കുറേ നേരം ഒരു വില്ലേജും ഷെഡും ഒക്കെ നോക്കി നടക്കുന്നു. ഇതുവരെ കിട്ടുന്നില്ല. ഏതോ ഗെയിം ഡെവലപ്പ് ആവുന്നുണ്ടോ, ഒരു വട്ടം ചാവുകയും ചെയ്ത്. എന്തൊരു സാധനം അങ്ങ് എടുക്കാം. എൻ്റെ കയ്യിലാണെങ്കിൽ ചെസ്റ്റ് വരത്തില്ല ബേസിൽ നിന്ന്. ഇപ്പോൾ ബേസിൽ നിന്ന് എത്ര അടയാളം ഇത് എത്ര ദൂരമാണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അമ്മേ, ചാടി ശരാ ആർമർ ഇടോ. അയ്യോ, ഇപ്പോൾ തീർന്നതിന് സ്കിന്ന് നമുക്കൊരു ബേസ് എത്തിയിട്ട് കാണിക്കാൻ കഴിച്ചു. ഈ എപ്പിസോഡിൽ ബേസ് എത്തി. എന്തൊരു സാധനം! ഇതിൽ മറ്റേ റീല് കാണുന്ന സാധനമല്ലേ, മറ്റേ ചെവിയിലൊരു അമ്മയുള്ള വെള്ള മക്കളുടെ പോലെ ഇരിക്കുന്നു. പഴമോ? ഈ ഗെയിമിൽ പഴമൊക്കെ വന്നത് ഞാൻ എപ്പോഴെന്നാണ് വന്നത്. കുരങ്ങിന് പഴം കൊടുക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. അടിച്ചല്ല, വേണ്ട, വെറുതെ എന്തിനാ അടി വാങ്ങുന്നത്. അപ്പോൾ പോവാം ഗൈസ്. ബെഡ് ബാസിൻ്റെ സീരീസ് നമ്മൾ നിർത്തിയില്ല, ഇനിയുണ്ട്.
കുറച്ച് എൻ്റർടൈൻ ആവട്ടെ. നമുക്ക് തണ്ണിമത്തൻ മുഴുവൻ പൊട്ടിക്കാം. പൊന്നെ തണ്ണിമത്തൻ ഒന്ന് മിസ്സായി. ലാഗാണ് ക്ഷമി ഗൈസ്, സോറി. ആഡ് ഗൈസ്, ആഡ് ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾ ആഡ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, കുഴപ്പമില്ല. ജസ്റ്റ് പ്ലേറ്റ് എടുത്തിടാം. വല്ല രാത്രി വല്ലതായിട്ട് സോംബി വല്ലതും വന്ന് നല്ല രസമായിരിക്കും. ചത്ത തറയിൽ കിടക്കും. അപ്പം അന്നൊരു ബേസ് കണ്ടുപിടിക്കണം. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു വലിയ ബിൽഡിംഗ് പോലത്തെ സാധനമൊക്കെ കണ്ട്. ഹാർഡ് കോർ സീരീസ് തുടങ്ങാം ഗൈസ്. ഫസ്റ്റ് തൊട്ട് കാണിക്കാം നിങ്ങളെ ഹാർഡ് കോർ സീരീസ് തുടങ്ങിയിട്ട്. ഉറുമ്പ് അടിച്ചു നോക്കിയല്ലേ. അയ്യോ, ഒരടി ചത്ത്. ഉറുമ്പ് എപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു വലിയ യൂട്യൂബർ ആവുന്ന അവരെ ഗെയിം തെറാപ്പിസ്റ്റിനെ അവരെയൊക്കെ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഗൈസ്. ഞാനും അവരോട് ഒന്ന് കയറി പറ്റിട്ട് ഗൈസ്, എന്നിട്ടാണെങ്കിൽ റിയൽ മൈൻക്രാഫ്റ്റൊക്കെ വാങ്ങാൻ. ഇവിടെ നമുക്കങ്ങ് പറക്കാം. ഞാൻ പറന്നിറങ്ങി മരത്തിൽ. ഇവിടെ 27 റോക്കറ്റ് എടുത്തിട്ട് പറക്കണോ. പറന്നു. ലാഗും ഒരു ബേസ് ഒറ്റ ബേസ് കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ ബേസ് കിട്ടിയിരുന്നെങ്കിൽ എപ്പോൾ കിട്ടുമോ എന്താ. രാത്രിയാണെന്ന് തുടങ്ങി. ഏത് ഭയം? ഇതിൻ്റെ ഭയം. മറ്റേ വിച്ചിൻ്റെയൊക്കെ മഷ്റൂം ഒക്കെ കാണുന്നതായിട്ട് ഭയം. അയ്യോ, ജസ്റ്റ് മിസ്. പുക. എന്തുവാ പുക? വില്ലേജാണോ? ഒരു പുക ഇപ്പോൾ കണ്ടു ഇവിടെ. ജസ്റ്റ് പ്ലേറ്റ് ഇട്ട് അതെന്തോ സാധനം? അല്ല, എനിമീസ് എല്ലാം കാണും. നോക്ക്. ക്യാമ്പ്. അവിടെ ആരുമില്ല ഗൈസ്, ആരുമില്ല. അപ്പം ഇനി തൊട്ട് ഇതാണ് ഗൈസ് നമ്മളെ ബേസ്. രാത്രിയായ ഞെക്കിയതേ ഉള്ളു, ഉറങ്ങിപ്പോയി. ഗൈസ് ഓക്കെ മാൻ, കൊള്ളാം കേട്ടോ, നല്ല ബേസ്. ഞാൻ ആർമറൊക്കെ ഒന്ന് സൈഡിൽ നിന്ന് ഊരി വയ്ക്കണം. ഇറങ്ങാൻ പറ്റുമോ? റെസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്ത് പിന്നെ ഇത് ഒത്തിരി ആർമറൊക്കെ ഊരി എൻ്റെ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ബാരലിൻ്റെ അകത്തോട്ട് വയ്ക്കാം. അല്ല, ഇതൊക്കെ ഏത് സാധനമാണെന്നല്ല എനിക്കറിയാം. ഒരു മിനിറ്റ് ഒന്ന് ഊരി വെച്ചിട്ട് സ്കിന്നൊക്കെ എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ആക്കാം. അപ്പം ഏകദേശം നമ്മൾ സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഗൈസ്. ഈ സ്വാഡും ചെസ്റ്റ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാവുള്ളൂ. ഷീൽഡും മാറ്റി. നമുക്ക് സ്കിന്ന് കാണിച്ചിട്ട് നമ്മളെ റിയൽ ഗ്ലോറി ഒഫീഷ്യൽ സ്കിൻ കാണിച്ചിട്ട് തണ്ണിമത്തനൊക്കെ തിഞ്ഞ് അയ്യോ അങ്ങോട്ട് പോലെ ഇവിടെ വന്നിട്ട് ഓക്കെ. തണ്ണിമത്തൻ വയ്ക്കാൻ പറ്റില്ല, പക്ഷേ നമ്മൾ കോള് ഇടയ്ക്ക് ക്യാമ്പ് ഫയറിൽ വെച്ച് ഫ്രൈ ചെയ്തായിരുന്നു. ക്യാമ്പ് ഫയറിൽ വെച്ച് തിന്നാൻ പറ്റും, ഇത് ചൂടാക്കാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടാ, അറിയുന്നവർ വാങ്ങി വെച്ചുണ്ടായിരുന്നു. സ്കിന്നെ കാണിക്കട്ടെ. യെസ്, ഞാൻ റെസ്പോൺ പോയി സെറ്റ് ചെയ്തായിരുന്നില്ല, എന്നാൽ ഈ ബെഡ് ചെയ്യാം. വേറെ ലെവലായിരിക്കും. നമ്മൾ ബെഡിൻ്റെ കളർ ബ്ലാക്ക്, പക്ഷേ ഇവിടെ നമുക്ക് മാറ്റാം കഴിച്ചു. ചിലപ്പോൾ ഇതായിരിക്കും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വീഡിയോ നമ്മൾ സർവൈവലിൻ്റെ. അതിനോട്ട് നമ്മൾ ഹാർഡ് കോർ ആയിരിക്കും ഇടുന്നത്. ഇത് നമുക്ക് ഞാൻ നിങ്ങളെൻ്റെ സ്കിന്നാണ് ഞാൻ അറിയുന്നത്. ഇതിൻ്റെ സ്കിന്ന് ഇതിലെനിക്ക് ഇത് എനബിളാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോ അതിൻ്റെ പേര്